ഹായ് മക്കളെ, ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ വേണ്ട ഒരു കാര്യവുമായിട്ടാണ്. എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിവേദനാണ്. നിവേദനം എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാഠം പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിവേദനങ്ങൾ പഠിക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് നിങ്ങൾക്ക് കളിക്കാൻ ആവശ്യമായ കൂടുതൽ കളി ഉപകരണങ്ങൾ സ്കൂളിലില്ല, അത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം നൽകുകയാണ്. ഒരു പഞ്ചായത്തിലായിരിക്കും അല്ലേ. ഇപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മേപ്പയൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളില്, എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ആ സ്കൂളില് കളി ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ ഞങ്ങൾ മേപ്പയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനാണ് നിവേദനം കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തുള്ള ആ പഞ്ചായത്ത് പ്രസിഡന്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിവേദനം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ നിവേദനം എങ്ങനെയാണ് എഴുതുക? എന്താണ് ആവശ്യം? നമ്മൾ സ്ഥലവും തീയതിയൊക്കെ ആദ്യം എഴുതും. പിന്നെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് മുൻപാകെ ആർക്ക് സമർപ്പിക്കുന്നു എന്ന്. നിവേദനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യം മേലധികാരികളെ അറിയിച്ചുകൊണ്ട് എഴുതുന്നതാണ് അല്ലെ. അപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് മുൻപാകെ മേപ്പയൂർ സ്കൂൾ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന നിവേദനം. ടീച്ചർ മേപ്പയൂർ ആയതുകൊണ്ട് അതാണ് എഴുതുന്നത് കേട്ടോ. സർ, ഞങ്ങൾ മേപ്പയൂർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാലയത്തിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലായി 5000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ വിശാലമായ കളിസ്ഥലവും കായിക പരിശീലനം നൽകാനുള്ള അധ്യാപകനുമുണ്ട്. എന്നാൽ കായിക ഉപകരണങ്ങളുടെ അപര്യാപ്തത, അതായത് ലഭ്യത കുറവ്, അപര്യാപ്തത ആണ് ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. കായിക പരിശീലനത്തിന് ആവശ്യമായ കളിയുപകരണങ്ങൾ ലഭ്യമാകുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ആർക്ക് അയച്ചതാണ്? പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകുന്ന എഴുതി തയ്യാറാക്കിയ ഒരു നിവേദനാണ് അല്ലെ. അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടോ ആരാണ് നൽകുന്നത്? വിശ്വസ്തയോടെ വിദ്യാർത്ഥികൾ. പിന്നെ ഇവിടെ പേര്, ഒപ്പ്, അത് താഴെ എഴുതാം. ഈ സ്ഥലവും തീയതിയും വേണമെങ്കിൽ താഴേക്ക് മാറ്റാം. അതൊന്നും പ്രശ്നമല്ല മാറിപ്പോകുന്നതിന്. അത് 2 ആയാലും ശരിയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഏത് കാര്യം? ഇത് നോക്കൂ, ഇത് കള്ളിയിലൊന്നും ആക്കി വെക്കണ്ട, പക്ഷെ മനസ്സിലാവേണ്ടിയിട്ട് ടീച്ചർ അങ്ങനെ ചെയ്യാണേ. ഇതാ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ബഹുമാനമൊക്കെ കൊടുക്കണം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് മുന്നിലെ മേപ്പയൂർ സ്കൂൾ വിദ്യാർത്ഥികൾ അല്ലെ, അവർ സമർപ്പിക്കുന്ന നിവേദനം മേപ്പയൂർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കൊടുക്കുന്നത് എന്ന് ഇവിടെ എഴുതുക. അപ്പൊ ഇത്ര മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ട് വായിച്ചിട്ട് അവരെന്ത് ചെയ്യും? പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കും സ്കൂളിൽ കളിയുപകരണമൊന്നും ഇല്ലല്ലോ, നമ്മൾ കളിയുപകരണങ്ങളൊക്കെ പ്രൊവൈഡ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ആരെടുക്കും? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നിവേദനം തയ്യാറാക്കേണ്ടത്. നമുക്ക് നിവേദനം എഴുതി പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വിഷയമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഭാഗമായിട്ട് മറ്റൊരു ക്ലാസ്സുമായിട്ട് ടീച്ചർ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.